നമ്മുടെ സർക്കാരിന് ഇപ്പോൾ വല്ലാത്തൊരു ആശുണ്ട് കേട്ടോ. എങ്ങനെയും ആശമാരുടെ സമരം അങ്ങ് തീർക്കണം. പല വഴി തേടി ആദ്യം ഒരു ക്ലാസ് കംപ്ലീറ്റ് കേന്ദ്രത്തിൻ്റെ തലയിൽ കിട്ടു. ഏറ്റില്ല കേട്ടോ. അടുത്തേറെ എന്തായിരുന്നു വാഗ്ദാനം. എല്ലാം കേന്ദ്രത്തോട് പറയാ, നിങ്ങൾ ബേജാറാകണ്ട, സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന ചട്ടിയും കലവും കൊണ്ട് പൊരേ പോവാൻ പറഞ്ഞ്. ആര് കേൾക്കണ്. അപ്പോൾ അതും പോയി. പിന്നെ പാർട്ടി ഇറക്കിയില്ലേ പെടയ്ക്കണ കരീമിനെ പൊള്ളണ വാക്കിൽ ഇത്തിരി എരിവ് കൂട്ടി തന്നെ പുള്ളി അങ്ങോട്ട് വിളമ്പിയില്ലേ. ദൂട്ട് സമരം, അത് പാട്ടപുറക്കിയുള്ള സമരം. പൂകിയിലായില്ലേ പിന്നെ സമരത്തി പിന്നെ അങ്ങോട്ട് ആളിയില്ലേ. കെടുത്താൻ ചെങ്കുടിയിലെ എത്ര ചപ്പടി വിദ്യകൾ ബാക്കിയുണ്ടെന്നറിയോ. സമരം നിർത്തി കെട്ടും കെട്ടിയില്ലെങ്കിൽ ആശമാരിനി ആ പണി ആശിക്കണ്ടെന്ന് തീർത്തങ്ങ് പറഞ്ഞില്ലേ. അമ്പ എന്നിട്ടും വല്ല കുലുക്കുണ്ടോ നോക്കിയേ. ഇറക്കിയില്ലേ പാർട്ടി CITUകാരെ. അണിനിരുന്ന് എത്ര ആശമാരെത്തി. മുള്ളിനെ മുള്ളോണ്ടെടുക്കാന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ ആശമാരെ നേടാൻ എണ്ണം പറഞ്ഞ സർക്കാർ സ്പോൺസേഡ് ആശമാർ മൈക്ക് കെട്ടി കേന്ദ്രത്തിന് 2 കൊട്ടുകൊട്ടി അവരവരുടെ പണി ഭംഗിയാക്കി. ഇതിനിടയിലെ സർക്കാരിൻ്റെ വക കിടിലൻ ഒരു സെൽഫ് ഗോളും കയറിയിട്ട മക്കളെ. കുടിശ്ശിക ഗോള്. പാവങ്ങടെ പിടിച്ചു വെച്ച ജനുവരിയിലെ ഓണറേറിയം കുടിശ്ശിക പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്തില്ലേ സർക്കാർ. കിട്ടിയ വഴി അത് വാങ്ങി സമരക്കാർ സ്ഥലം കാലിയാക്കുന്ന നമ്മുടെ ഏമാമാർ കരുതിയേ. എന്നിട്ട് എന്തായേ. കുടിശ്ശിക തന്നു വെച്ച് വലിയ വീമ്പൊന്നും പറയണ്ട, അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ദേ കിടക്കണ്. ഇപ്പം എങ്ങനെയുണ്ട് എൻ്റെ സർക്കാരെ. ഈ സമരത്തിൽ നിന്ന് ആശമാരങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നൊന്നും ഇരിക്കണ്ട കേട്ടാ. കൊടുക്കാനുള്ളത് കൊടുക്കാതെ അല്ലല്ല കിട്ടാനുള്ളത് കിട്ടാതെ അവർ പോവില്ല കേട്ടാ. കഷ്ടപ്പാടിനെ കയ്യും കണക്കില്ലാതെ അനുഭവിച്ചവരാ. കോവിഡ് കാലത്തെ കേരളത്തെ താങ്ങി നിർത്തിയവരാ. ഡൽഹിയിൽ ചെന്ന് പാട്ട് കൊട്ടി പിരിവെടുത്തിട്ടായാലും വേണ്ടില്ല, ഒന്ന് അവക്കരുടെ പട്ടിണി മാറ്റാൻ ഇടപെട്ടാലേ. ഈ പാർട്ടീനെ അക്ഷരം തെറ്റാതെ വിളിക്കുക തൊഴിലാളി വർഗ പാർട്ടിന്ന്.